അതിർത്തിയിൽ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം ശക്തമാകുന്നതിനിടെ 14 ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനുകളെ സജ്ജമാക്കി പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതോടെയാണ് കരസേനാ മേധാവി ടെറിട്ടോറിയൽ ആർമിയിലെ ഉദ്യോഗസ്ഥരെയും എൻറോൾ ചെയ്ത ഉദ്യോഗസ്ഥരെയും സജീവ സേവനത്തിനായി വിളിച്ചിരിക്കുന്നത്. ടെറിട്ടോറിയൽ ആർമിയുടെ നിലവിലുള്ള 14 ബറ്റാലിയനുകളെയാണ് പ്രതിരോധ മന്ത്രാലയം ആദ്യഘട്ടത്തിൽ വിളിക്കുന്നത്. സദേൺ, ഈസ്റ്റേൺ, വെസ്റ്റേൺ, സെൻട്രൽ, നോർത്തേൺ, സൗത്ത് വെസ്റ്റേൺ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ആർമി ട്രെയിനിംഗ് കമാൻഡ് എന്നിവയുൾപ്പെടെ വിവിധ കമാൻഡുകളിലായി 14 ബറ്റാലിയനെ വിന്യസിക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കി. 1948 ടെറിട്ടോറിയൽ ആർമി ചട്ടം 33 പ്രകാരം അടിയന്തര സേവനങ്ങൾക്കായി ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനുകളെ സേവനത്തിനായി വിളിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തിന് സഹായം നൽകുന്നതിനായാണ് ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനുകളെ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ യുദ്ധേതര ചുമതലകളിലാണ് ടെറിട്ടോറിയൽ ആർമിയെ നിയോഗിച്ചിട്ടുള്ളത്. അവശ്യ സേവനങ്ങൾ പരിപാലിച്ചും ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ട് ടൈം റിസർവ് സേനയാണ് ടെറിട്ടോറിയൽ ആർമി. ടെറിട്ടോറിയൽ ആർമി സേവനങ്ങൾക്ക് സജ്ജമാകുന്നതോടെ സൈന്യത്തെ മുൻനിര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ദേശീയ പ്രതിരോധം, ദുരന്ത നിവാരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ ടെറിട്ടോറിയൽ ആർമി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സായുധ സേനയുടെ നിർണായക സഹായിയായി പ്രവർത്തിക്കുകയാണ് ടെറിട്ടോറിയൽ ആർമി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.